ഓം സൂര്യായ നമഃ. ഹാ എന്ന് പറയുമ്പോൾ ശ്വാസം മുഴുവൻ പോയി. ഒരു സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 24 മൂവ്മെന്റ് വരുമ്പോഴാണ് ഒരു സൂര്യ നമസ്കാരം ആകുക. നമ്മളിങ്ങനെ തൊഴുതിരുന്നു, ഇങ്ങനെയല്ല തൊഴുന്നത്, ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ ഇരുന്നാൽ നെഞ്ചു കൂടി പോകും. ആ, ഇതാണ് പുരുഷായുസ് എന്ന് പറയുന്നത് 120 വയസ്സെന്നാണ് കാരണവന്മാർ പറയുന്നത്. പക്ഷെ അതിന് ചില ചിട്ടകളുണ്ട്. നമ്മുടെ ജീവിതചര്യ, ഇപ്പം ജോലിക്കാരാണ്, 3 ഷിഫ്റ്റാണ് ജോലി, ഇത്ര മണിക്ക് തന്നെ കഴിക്കണം ഭക്ഷണം പറഞ്ഞാൽ പറ്റുമോ? ആ ഷിഫ്റ്റ് അനുസരിച്ചിട്ട്, അനോട്ടമി അനുസരിച്ചിട്ട് ഒരു ആഹാരം ചെന്ന് കഴിഞ്ഞാൽ 10 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ദർ ഈസ് എനി എക്സ്ക്രീറ്റ ഇറ്റ് വിൽ ബി കം ഔട്ട് ഓൺലി ആഫ്റ്റർ 10 hours. ശരീരത്തിനെ 4ആയിട്ട് ഭാഗിച്ചാൽ 4ൽ 3 ഭാഗവും ഹൃദയത്തിന് താഴ്ത്താണ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് നേരെ തലകുത്തി നിൽക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണീന്നോ മൂക്കിന്നോ ചോര വരും. ശരിക്കും പറഞ്ഞാൽ 300 വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ എന്നോടൊപ്പം ജീവിച്ചു നോക്കുക. ഇന്ന് നമ്മോടൊപ്പം യോഗരത്ന യോഗാചാര്യ KP ഭാസ്കര മേനോൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. 86 വയസ്സ്. 86 അല്ല, വയസ്സ് കുറയ്ക്കല്ലേ. 18, 12, 19, 38. അപ്പോ ഈ ഡിസംബർ ആകുമ്പോൾ 88. 88 വയസ്സ്. ഇനി ഒരു അംഗത്തിന് ബാല്യം ബാക്കിയുണ്ടോ? ഇനി ഒരംഗത്തിന് ബാല്യം ബാക്കിയുണ്ടോ? എൻ്റെ കണക്കൂട്ടിൽ അങ്ങനെയല്ല. 130 വയസ്സാണ് കണക്കാക്കുന്നത്. ഒരു മനുഷ്യ ആയുസ് എന്ന് പറഞ്ഞാൽ 130 വയസ്സാ അല്ലേ? ശരിക്കും പറഞ്ഞാൽ 300 വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ എന്നോടൊപ്പം ജീവിച്ചു നോക്കുക. അപ്പോൾ സംശയം മാറും. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് അപ്പോൾ നമുക്ക് 300 വയസ്സ് വരെ ജീവിക്കാൻ നമുക്ക് എന്താണ് നമ്മളെ ചിട്ടപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് 300 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. അത്രയും തലമുറകൾ നമ്മളെ ഓർത്തിരിക്കും. അതാണ്, അങ്ങനെയാണ്. മറ്റുള്ളവരിൽ കൂടി ജീവിക്കുക, നമ്മുടെ നന്മകളിലൂടെ മറ്റുള്ളവരിലൂടെ ജീവിക്കുക. അതെ, നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ മരിച്ചാലും. അതെ. യോഗ നമ്മുടെ മനസ്സിനെയാണോ ശരീരത്തിനാണോ പൂർണ്ണമായി ആദ്യം ബാധിക്കുന്നത് ശരീരത്തെ തന്നെയല്ലേ? മനസ്സിനെയാണോ ശരീരത്തെയാണോ കൂടുതൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? യോഗ കൂടുതൽ ശരീരത്തിനെയാണ് ബാധിക്കുന്നത്. ശരീരത്തിനെ പരമാവധി സുഖമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എല്ലല്ലേ നമ്മുടെ മനസ്സിന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ജോലി ചെയ്യണമെന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരു ജോലി തന്നു, ആ ജോലി തരാണ്ട് ഞാൻ എങ്ങനെ ചെയ്യണേ? എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ശരീരം, അതാണ് യോഗയിൽ പറയണേ, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. അത് ആപ്തവാക്യമാണെന്ന് പറയണു, കാളിദാസൻ എഴുതി വച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഒന്ന് പറയാമോ? ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. എന്ത് ധർമ്മം ചെയ്യണമെങ്കിലും കർമ്മം ചെയ്യണമെങ്കിലും ശരീരം വേണം. ആദ്യം വേണ്ടത് ശരീരമാണ്. ആ ഖലു എന്ന് പറയുന്നത് സുനിശ്ചയം, സുദൃഢം എന്നുള്ള അർത്ഥമാണ് സംസ്കൃത വാക്ക്. ഇതെല്ലാവരും പറയുമ്പോൾ വലിയ വലിയ ഗീർവാണം പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ലോക സത്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭാഷയിൽ പറയുമ്പോൾ ചുമരില്ലാതെ ചിത്രം എഴുതാൻ പറ്റില്ല. അപ്പോൾ ചുമരിലാണ് പ്രാധാന്യം. ഈ യോഗകൾ പലതരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഘടയോഗയെ പറ്റി കേട്ടിട്ടുണ്ട്, അയ്യങ്കാർ യോഗ, അങ്ങനെ പലതരം യോഗകളെ പറ്റി. ഇത് എങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നത്? അങ്ങനെ പലതരം ഉണ്ടോ? ഇത് ഹഠയോഗം എന്ന് പറഞ്ഞാൽ അത് സ്വാത്മാരാമനും ആത്മാരാമനും എന്നാണ് പറയണത്. 2 ഋഷിമാർക്കാണ് നാരദൻ ഇതിൽ ആദ്യമായിട്ട് ഇത് പറഞ്ഞു കൊടുത്തത്. നാരദന് കിട്ടിയത് ദേവിയിൽ നിന്നാണ്. അപ്പോൾ ഈ 2 ആളും, ഒരാൾ ആധ്യാത്മികമായിട്ടും പോയി, ഒരാൾ അതായത് ബുദ്ധിപരമായിട്ടും ചിന്തിച്ചു. അങ്ങനെയാണ് 2 രീതി വന്നത്, സ്വാത്മാരാമനും ആത്മാരാമനും. ആത്മാരാമൻ മറ്റേ
ഇതായിട്ട് ആത്മീയമായിട്ട് ആലോചിക്കാൻ പറ്റും സ്വാത്മാരാമൻ നമ്മുടെ ശരീരം. അപ്പൊ ശരീരം ആദ്യം ഖലു ധർമ്മസാധനം എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ തെളിഞ്ഞു. അങ്ങനെയാണ് അതിൻ്റെ ഫോളോവേഴ്സാണ് പിന്നെ അത് ഓരോ രീതിയിൽ ഓരോ കാലങ്ങളിൽ വ്യാഖ്യാനിച്ച് വന്നത്. അല്ല, അപ്പൊ ഇത് ഭൗതികമായ തലത്തിൽ യോഗയെ കണ്ട ആളെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതെ. അപ്പൊ ഇതിനൊരു ആത്മീയ തലത്തിൽ കണ്ട മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ, അതെന്താണ്? അതുകൊണ്ടൊന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം ആ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആലോചിച്ചിരുന്നുള്ളൂ. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ അങ്ങ് വലിയ ഒരു ഡിഗ്രിക്കാരനാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്, ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. ആ ഡിഗ്രിക്ക് അനുസരിച്ച് മാത്രമല്ല, താങ്കൾക്ക് ഒരു അഡ്വക്കേറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡോക്ടറാകാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ ആവാം. അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരാൾക്ക് ജോലി ചെയ്യാം. അപ്പോൾ ആ തിയറിയിലാണ് ആത്മാരാമൻ അങ്ങോട്ട് പോയത്. പക്ഷെ അതിന് ശരീരം വേണം. ഹഠയോഗം എന്ന് പറയുമ്പോൾ മറ്റേ ആള് സ്വാത്മാരാമൻ എന്ന് പറഞ്ഞില്ലേ, അത് ശാരീരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന്, അതിന് വളരെ കടുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ഇതിൽ ഇത് ആത്മീയമായിട്ടൊന്നും പറയുന്നില്ല, ഭയങ്കര കടുപ്പമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നിട്ട് ശരീരം സ്ട്രോങ് ആക്കണം, ശരീരത്തെ ക്രമപ്പെടുത്തുക. അതെ, ശരീരം സ്ട്രോങ് ആക്കണം, അതാണ് വ്യത്യാസം. പക്ഷെ ഇത് രണ്ടും കൂടി കലർന്നിട്ടാണ് വിവേകാനന്ദൻ സ്വാമികൾ ഇത് ഹഠയോഗം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ, അതായത് എല്ലാ ഹഠയോഗവും മറ്റതും മാറിയിട്ട് രാജയോഗം, അത് ഏത് സാധാരണക്കാരനും ഏത് മുതിർന്നതും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും, അതായത് എല്ലാവർക്കുമായിട്ടുള്ള പൊതുവായിട്ടുള്ള രീതിയിലേക്ക് ഒരു ചിട്ടപ്പെടുത്തിയിട്ടാണ് ഇത് രാജയോഗം എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം അതാണ് നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് BKS പഠിച്ചു, വേറൊരാൾ പഠിച്ചു, BKSൻ്റെ സിസ്റ്റമാണ് എല്ലാവരും ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് അയ്യങ്കാർ യോഗ അത് ഓരോരുത്തർ പറയും. അതിലും ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യോഗ ചെയ്യാനായിട്ട് യാതൊരു ഉപകരണങ്ങളും വേണ്ട. പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരുവനും മറ്റൊരു ഇവിടെ ബോംബെയിൽ അവർ ചെയർ ഉപയോഗിച്ചിട്ട് അതും ഇരുന്നിട്ട് അല്ലെങ്കിൽ തല തൂക്കിയിട്ടിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സിൽ ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ എവിടെയോ പരസ്യം കണ്ട് ചെയർ യോഗ ഇനി അതിന് അങ്ങനെ പേര്. പിന്നെ വേറെ ഒന്ന് ഇപ്പൊ ഉണ്ട്, എന്താണ്, വേൾഡിൽ എല്ലായിടത്തും അംഗീകരിച്ചേക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ യോഗ ഫെഡറേഷൻ എന്ന സംഘടനയുണ്ട്, 1981 രജിസ്റ്റർ ചെയ്താണ് കൽക്കട്ടയിൽ. അപ്പോൾ അതിൽ അനുസരിച്ച് അവരുടേതനുസരിച്ച് ആർട്ടിസ്റ്റിക് യോഗ, റിതമിക് യോഗ, പിന്നെ ജിംനാസ്റ്റിക് യോഗ, ഇങ്ങനെ 3-4 തരത്തിൽ രീതിയുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിക് യോഗ എന്ന് പറയുമ്പോൾ ഡാൻസും കൂടി ചേർത്തതാണ്. ആ ഒരു ഐറ്റത്തിൽ നിന്ന് വന്നാൽ ഓരോന്ന് വരുമ്പോൾ ഡാൻസ് ചെയ്ത് അങ്ങനെ ഒരു ഐറ്റത്തിൽ നിന്നും വേറൊരു ഐറ്റത്തിൽ ഒരു ഡാൻസിൻ്റെ ഒരു രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അങ്ങനെ തുടർച്ച ഒരു കണ്ടിന്യൂസ് അങ്ങനെ ഒരു സ്ട്രീമായിട്ട് പോകും. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഈ നാട്യയോഗ എന്ന് പറയുന്നതാണല്ലോ ഡാൻസ്. അതായത് ഞാൻ കേട്ടിട്ടുള്ളത്, സാധാരണക്കാരന് യോഗ മനസ്സിലാക്കാനും പരിശീലിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പരമശിവൻ അദ്ദേഹം തന്നെ നടരാജ വേഷത്തിലെത്തി യോഗയെ കുറച്ചുകൂടെ ഹൃദ്യവും ദൃശ്യ സരളവുമാക്കി ചിത്രീകരിച്ചതാണ് ഡാൻസ് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് എന്ന് ഒരു ചില ആൾക്കാർ വ്യാഖ്യാനിക്കണം. ആക്ച്വലി നടരാജൻ്റെ ശിവതാണ്ഡവം ഭയങ്കരമാണ്. അത് വന്നിട്ട് വേറൊരു രീതിയിലാണ്. അല്ലാണ്ട് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നത്, അദ്ദേഹം സകല എല്ലാം കിട്ടുന്ന ആളാണ്. ദക്ഷയാഗത്തിൽ സതീദേവിയെ ഹോമകുണ്ടത്തിൽ ചാടി മരിച്ചു പോയപ്പോൾ ഇത് വിവരം അറിഞ്ഞിട്ട്, അതായത് ദക്ഷനൻ ശിവനെ ക്ഷണിച്ചില്ല, ദക്ഷൻ്റെ മകളാണ് സതീദേവി. അപ്പോൾ എന്നിട്ട് ആ ദേഷ്യത്തിൽ അങ്ങോട്ട് കൊടുങ്കാറ്റ് പുള്ളിക്ക് അങ്ങോട്ട് അങ്ങനെ ആ ദേഷ്യത്തിൽ വന്നതാണ് ശിവതാണ്ഡവം. അപ്പോൾ ഓരോരുത്തരും എൻ്റെ ടേസ്റ്റിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്ത്, പുരാണം അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് ദക്ഷയാഗം. അതുപോലെ തന്നെ
ഈ ഭയങ്കര കൊടുങ്കാറ്റും കാര്യങ്ങളും എല്ലാം വന്നു അതേമാതിരി ഭയങ്കരമായിട്ട് വ്യത്യാസമായിട്ട് പ്രകൃതിയെ ക്ഷോഭിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓം നമ ശിവായ എന്ന് പറഞ്ഞ് ഭംഗിയായിട്ട് കുറച്ച് നേരം ജപിച്ചിട്ടുണ്ടെന്നല്ല 5 മിനിറ്റിൽ ശാന്തമാവും. നമ്മൾ ശാന്തമാവും. ആ, പ്രകൃതി ശാന്തമായില്ലേലും നമ്മൾ ശാന്തമാവും. അതെ. അതാണ് ഇപ്പം അങ്ങ് ആദ്യം പറഞ്ഞു 300 വയസ്സ് വരെ അങ്ങേക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങയുടെ കാഴ്ചപ്പാടും പറഞ്ഞു. പക്ഷെ നമ്മൾ മലയാളികൾക്ക് മുൻപിൽ പ്രഭാകര സിദ്ധയോഗികൾ എന്ന് പറഞ്ഞ ഒരു മഹാസിദ്ധൻ ഉണ്ടായിരുന്നു. മാതാ അമൃതാനന്ദമയുടെ ഗുരുസ്ഥാനീയനായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ പ്രഭാകര സിദ്ധയോഗികൾക്ക് എൻ്റെ നാടിൻ്റെ അടുത്ത് ഓമല്ലൂർ അദ്ദേഹത്തിൻ്റെ സമാധിയുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് റഷ്യയിലും സമാധിയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധിയും കാര്യങ്ങളും ഒക്കെ അതേപറ്റിയുള്ള കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഇപ്പം ഹിമാലയത്തിലൊക്കെ തന്നെ ഈ ഇതുപോലെ 200-300 വർഷം ജീവിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ശരിയുമാണ്. എന്താണ് ഇതിൻ്റെ ഒരു ശ്വാസക്രമീകരണമാണോ? എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം? എന്താണ് അതിപ്പോൾ ആയുഷിൻ്റെ കാര്യത്തിൽ പുരുഷായുസ് എന്ന് പറയുന്നത് 120 വയസ്സെന്നാണ് കാരണവന്മാർ പറയുന്നത്. പക്ഷെ അതിന് ചില ചിട്ടകളുണ്ട്. നമ്മുടെ ജീവിതചര്യ, ആ ജീവിതചര്യ ഇന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതനുസരിച്ച് നമ്മൾ അതിനെ ഒരു വ്രതം പോലെ സ്വീകരിച്ച് പോയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു അസുഖങ്ങളുമില്ല, ഒന്നുമില്ല. അതായത് നമ്മുടെ പ്രവൃത്തിയും ആഹാരവും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അമിത ഭക്ഷണം പാടില്ല. പോഷകാഹാരം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക, പ്രകൃതി വിഭവങ്ങൾ തന്നെ കഴിക്കുക, അതിനെല്ലാം കിട്ടും. അപ്പോൾ ഇത് കഴിച്ചാൽ മാത്രം പോരാ, ആ കഴിക്കുന്നതനുസരിച്ച് ജോലിയും കൂടി ചെയ്യണം. അപ്പോൾ ജോലി പല രീതിയിലാവാം. ഏതായാലും ശാരീരികമായിട്ടുള്ള ജോലി അത്യാവശ്യമാണ്. ഈ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആ ബ്ലഡ് സർക്കുലേഷൻ ഓരോ ഭാഗത്തും മാറി മാറി വരും. ഒരു ഭാരം ഉയർത്തുമ്പോഴാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ, അപ്പോൾ പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ശ്വാസവും അതേമാതിരി തന്നെ വരും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടാണ് ഇങ്ങനെയെല്ലാം ഓരോ ആൾക്കാർ വളരെ ശ്രദ്ധിച്ചിരുന്നത്. യോഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു എക്സ് സർവീസുകാരനും കൂടിയായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൈ വെണ്ണ, ഒരു നാഴി പാല്, ഒരു നാഴിപ്പാൽ നമ്മൾ 2 നാഴിപ്പാൽ, അതായത് ഒരു ലിറ്റർ പാല് കാച്ചി കഴിക്കും. പിന്നെ വല്ലതും കഴിക്കണോ? ഉച്ചയ്ക്ക് ഇതേമാതിരി ലൈറ്റായിട്ട് എന്തെങ്കിലും, വൈകുന്നേരം ഇത് തന്നെ. പിന്നെ ആൾക്ക് അടുത്ത ദിവസം വരെ ഒന്നും കഴിക്കണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് അദ്ദേഹം ഒരു പറഞ്ഞ തത്വം പറഞ്ഞ ഇതാണ്. ഇതെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, പാടാം. അതുപോലെ തന്നെ ഇപ്പം ജോലിക്കാരാണ്, 3 ഷിഫ്റ്റാണ് ജോലി. ഇത്ര മണിക്ക് തന്നെ കഴിക്കണം ഭക്ഷണം പറഞ്ഞാൽ പറ്റുമോ? ആ ഷിഫ്റ്റ് അനുസരിച്ചിട്ട്, ആ ജോലി അനുസരിച്ചിട്ട്, ആ ജോലിയുടെ സമയത്തിലുള്ള ഇൻ്റർവെൽ അനുസരിച്ചിട്ട് ഭക്ഷണം കഴിക്കും. രാത്രി അത് സൂര്യാസ്തമനത്തിന് മുമ്പ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നത് അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നൊക്കെ പറയും. ഇതിനെല്ലാം അതിൻ്റെ പ്രാക്ടിക്കൽ എന്താണെന്ന് വെച്ചാൽ, അനോട്ടമിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാവരും ദേഷ്യപ്പെടും, ആധ്യാത്മികവും പറയുന്നത് കാണുന്നുണ്ട്. അനോട്ടമി അനുസരിച്ചിട്ട് ഒരു ആഹാരം ചെന്ന് കഴിഞ്ഞാൽ 10 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ദർ ഈസ് എനി എക്സ്ക്രീറ്റ ഇറ്റ് വിൽ ബി കം ഔട്ട് ഓൺലി ആഫ്റ്റർ 10 hours. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിക്കാവുന്ന ഒരു 6 മണിക്കൊക്കെ കഴിക്കണം. 6 മണിക്കെന്ന് പറയുമ്പോൾ 6ഉം 10ഉം 16, 12ഉം 4ഉം 16. അപ്പോൾ 4 മണിക്കൂർക്ക് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പോൾ പാകമായിരിക്കും, പോകാൻ പറ്റും. ഇപ്പം അങ്ങ് 80. അപ്പോൾ ഇതാണ് നമ്മുടെ സമയത്തിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു വെച്ചാൽ ആ കാലഘട്ടത്തിനനുസരിച്ച് ജീവിതശൈലി നമ്മൾ ശരിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് ഈ പറയുന്നത് എല്ലാം ഡിഫറൻസ് ആയിട്ട് വരും. അതുകൊണ്ട് ഇന്ന ആൾ പറഞ്ഞത് ശരി, മറ്റേ ആൾ പറഞ്ഞത് തെറ്റ് എന്ന് പറഞ്ഞാൽ ശരിയല്ല.
അപ്പോൾ യോഗയെ അല്ലെങ്കിൽ യോഗ എന്ന ക്രിയയെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് വേണ്ടി അത് ചിട്ടപ്പെടുത്തി എടുത്താൽ മാത്രമേ പൂർണ്ണമായി നമുക്ക് ഗുണകരമാവൂ എന്നാണ് അങ്ങ് പറയുന്ന കാര്യം. അതെ അതെ. ഇപ്പം ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ സൂര്യ നമസ്കാരം ഗൃഹസ്ഥാശ്രമിയായ അല്ലെങ്കിൽ കുടുംബവുമായി ജീവിക്കുന്ന ആണിനായാലും പെണ്ണിനായാലും യോഗ ചെയ്യേണ്ട ആവശ്യമില്ല, സൂര്യ നമസ്കാരം ചെയ്താൽ മതി, അതിനുവേണ്ടിയാണ് സൂര്യ നമസ്കാരം ചിട്ടപ്പെടുത്തിയതെന്ന് കേട്ടിട്ടുണ്ട്. സത്യമാണോ? അത് എങ്ങനെ ഉൾക്കൊള്ളാം അതിന്? സൂര്യ നമസ്കാരം മാത്രം ചെയ്താൽ മതി, എണ്ണം കൂട്ടണം. ഒരു സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ 8 യോഗാസനങ്ങളുടെ കോമ്പിനേഷനാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആദ്യത്തെ 4 കൂടി ചേരുമ്പോൾ അങ്ങനെ 12. അപ്പം അത് ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം, ഒരു കാല് മാറി മാറി വരുന്നത്. അങ്ങനെ 24 മൂവ്മെന്റ് വരുമ്പോഴാണ് ഒരു സൂര്യ നമസ്കാരം ആകുക. ലെഫ്റ്റ് റൈറ്റ്, ആദ്യം വലത്തേക്കാൽ പുറകോട്ട് വെച്ച്, പിന്നെ മുമ്പോട്ട് വെച്ചപ്പോൾ ഇടത്തേക്കാൽ, രണ്ടാമത് വെച്ചപ്പോൾ ഇടത്തേക്കാൽ പുറകോട്ട് വെച്ചു, വലത്തേക്കാൽ മുമ്പോട്ട്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ വലിച്ച് കോട്ടം തീർക്കണ മാതിരി, അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ, അതിൽ മന്ത്രങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. അതും നമുക്ക് മുഴുവൻ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഈ മന്ത്രങ്ങൾ എഴുതി വച്ചിരിക്കണതിൻ്റെ ഉദ്ദേശം അതേമാതിരി മന്ത്രോച്ചാരണം ചെയ്യണം. സൂര്യൻ്റെ പര്യായങ്ങൾ 54 എണ്ണമാണ്. അതിൽ നിന്ന് 12 എണ്ണം 12 രീതിയിലാണ് ഈ ഓരോ പൊസിഷനിലും ചെയ്യണത്. ഇപ്പം ആദ്യം തന്നെ നമ്മളിങ്ങനെ തൊഴുതിരുന്നു, ഇങ്ങനെയല്ല തൊഴുന്നത്, ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ ഇരുന്നാൽ നെഞ്ചു കൂടി പോവും. ആ, ഇതാണ്. ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഓം സൂര്യായ നമഃ, ഹാ എന്ന് പറയുമ്പോൾ ശ്വാസം മുഴുവൻ പോയി. അപ്പം അത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സൂര്യനെ കണ്ടുകൊണ്ട് ചെയ്യുന്നതായി മനസ്സിൽ കണ്ടാലും മതി. അതിന് സൂര്യമസ്കാരത്തിൽ പേര് പറയുമ്പോൾ നമസ്കാരം, നമ്മുടെ കുവലയാനന്ദ സ്വാമികൾ എഴുതി വെച്ചിരിക്കുന്നത്, അദ്ദേഹമാണ് സൂര്യമസ്കാരം നല്ല ചിട്ടയായിട്ട് ഉണ്ടാക്കി, അതെല്ലാവരും ഫോളോ ചെയ്യണത്. നമസ്കാരം, അത് കഴിഞ്ഞ് അവസ്ഥാനം, അതായത് സ്ഥാനം തെറ്റിയെങ്കിൽ അതിന് ഈ യോഗാസനങ്ങളിൽ പറഞ്ഞപ്പോൾ അർദ്ധചന്ദ്രാസനം. അപ്പം ചന്ദ്രക്കല ഇങ്ങനെ വളഞ്ഞങ്ങോട്ട് പുറകോട്ട്, അതെങ്ങനെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിന്നത് അത് അർദ്ധചന്ദ്രാസനം, അത് അവസ്ഥാനം. ആ പോസിലും ഇതേമാതിരി ഓം അർക്കായ നമ, അത് കഴിഞ്ഞിട്ട് ഭാസ്കരായ നമ, ഭാനവേ നമ, അങ്ങനെ ഒരു ചെയ്യണം. ഒരു ബ്രീത്തിങ് നടക്കുകയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി നടക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ ചെയ്താൽ ഒരു എന്ത് ഗംഭീരമായി. അത് വളച്ച് പതുക്കനെ ഒരു വടി അങ്ങനെ പതുക്കനെ വളച്ചിട്ട് പതുക്കനെ വിടണ മാതിരി ഓരോ പൊസിഷനിലേക്കും നമ്മൾ നിന്നിട്ട് ഒരു മന്ത്രം ചൊല്ലണം. എന്നിട്ട് അവിടെ നിന്ന് അടുത്തതിലേക്ക് വന്നിട്ട് ഒരു മന്ത്രം ചൊല്ലണം. അങ്ങനെ 8 യോഗാസനങ്ങളാണ്. അങ്ങനെ ഇതൊന്ന് നമസ്കാരം, അത് പറഞ്ഞിട്ട് അവസ്ഥാനം, അത് കഴിഞ്ഞിട്ട് നേരെ പുറകെ മുമ്പോട്ട് വളഞ്ഞു നിന്നിട്ട് കൈ രണ്ടും 2 ഉപ്പൂറ്റിയുടെയും ലെവലിൽ കുത്തി. അപ്പോൾ വന്നിട്ട് നെറ്റി വന്ന് കാലിൻ്റെ മുട്ടുമ്പോൾ പറ്റും. ഈ മുട്ടിൻ്റെ നടുക്കൂടി നാസിക പോവും. അതാണ് ജാനുനാസം. അപ്പോൾ ആ കീഴ്പോടുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തന്നെ, ശ്വാസം വിടുന്നതെല്ലാം വായുക്കൂടി വിട്ടാൽ സൗകര്യമായി. അപ്പോൾ വയറിനും കൂടി കംപ്ലീറ്റ് എക്സോസ്റ്റ് ആവും. ജാനുനാസം. അത് കഴിഞ്ഞ് ഊർധ്വേക്ഷണം, മുകളിലേക്ക് നോക്കുക. അത് ചെയ്യുമ്പോഴാണ് ആദ്യം തന്നെ വലത്തെ കാലെടുത്ത് പുറകോട്ട് നീക്കി വെച്ചിട്ട് നേരെ മുമ്പോട്ട് മുകളിലേക്ക് നോക്കിയിരുന്നു. അപ്പം അതിന് പലരും പല രീതിയിൽ ചെയ്യും. അതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ കൈ പുറക്കിയിട്ട് ഇങ്ങനെ ചെയ്യും, പുറകോട്ട് വളഞ്ഞേക്കും. അപ്പം അത് ഊർധ്വേക്ഷണമായില്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രാമാണിത്വം കാണിക്കാനാണ്. നേരെ നോക്കുമ്പോൾ സൂര്യനെ കാണണം നമ്മൾ. ഊർധ്വേക്ഷണം, മുകളിലേക്ക് നോക്കി, റൈറ്റ്, ഈ നോട്ടം മതി. അത് കഴിഞ്ഞാൽ തുലിത വപു എന്നാണ് പറയുന്നത്. വപു ശരീരത്തിന് തുല്യമായിട്ട് കഴിയും. അപ്പോൾ മറ്റേ കാലം കൂടി കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ലാൻഡിങ്ങിൽ ഇങ്ങനെ തുലിത വപു. അപ്പോൾ ദൂരേക്ക് നോക്കണം. ദൂരേക്ക് നോക്കുമ്പോൾ അതാ സ്പൈൻ സ്ട്രേറ്റ് ആയിരിക്കും, ശരീരമാകെ തുലിത വപു.
അങ്ങനെ നിന്നിട്ട് സാഷ്ടാംഗം 8 അംഗങ്ങളും നിലത്ത് മുട്ടണം. നമ്മൾ പുഷപ്പ് ചെയ്യണമാതിരി. അപ്പം അല്ലാണ്ട് വളഞ്ഞു തിരിഞ്ഞില്ല. അങ്ങനെ തന്നെ അങ്ങ് വരുമ്പോൾ ആ ഇരിപ്പ് കറക്റ്റായിട്ട് കിട്ടിയ അങ്ങനെ തന്നെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം നമുക്ക് പാദങ്ങൾ 2, മുട്ട് 2, 4, കൈ 2, 6, നെറ്റി 1, 7, നെഞ്ച് 1, 8. അപ്പം ഇങ്ങനെ വളഞ്ഞു. അതായത് സാഷ്ടാംഗം. പിന്നെ അവിടുന്ന് അതിൻ്റെ അടുത്ത ഐറ്റം സൂര്യനമസ്കാരത്തിലെ പേരാണ് ഞാൻ പറയണത്. അടുത്ത ഐറ്റം കശേരു സങ്കോചം. കശേരു എന്ന് പറയുന്നത് എല്ലുകളിൽ നട്ടെല്ലുകളാണ്. നട്ടെല്ലുകളുടെ പീസിനാണ് ഓരോ കശേരു എന്ന് പറയുന്നത്. മറ്റേ സ്റ്റീസിനാണ്. അപ്പോൾ അതിനെ സങ്കോചിപ്പിക്കുന്നു, കോൺട്രാക്ട് ചെയ്യണം. അതിനുവേണ്ടി അവിടുന്ന് അങ്ങനെ തന്നെ തലപൊക്കി പുറകോട്ട് വളഞ്ഞേക്കും. കശേരു സങ്കോചം. അപ്പോൾ തീർന്നു. ഇനി അതിനെ നിവർത്തണ്ടേ? കശേരു വികാസം. അങ്ങനെ തന്നെ പുറകോട്ടുമായിട്ട് കുന്നുപോലെ നിൽക്കും. കാലിൻ്റെ പാദം താഴ്ത്തു നിർത്തി കൈയും നിൽക്കും. അതിന് ചിലവർ പരിഷ്കരിച്ചിട്ട് പർവ്വതാസനം എന്ന് പറയും. എൻ്റെ വ്യൂ പോയിന്റ് ദാറ്റ് ഈസ് റോങ്. പർവ്വതത്തിന് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും, കുന്നിന് ബ്രാഞ്ചസ് ഇല്ല. മനസ്സിലായോ? ഹിൽ പോസ് അല്ല അത്. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരികയാണ്. അപ്പം ഇങ്ങനെ നിന്നു. ജാനുനാസം കൈ അടുപ്പിച്ച് വന്നു. അവിടെ നിന്ന് നേരെ പുറകോട്ട് പോയി മുകളിലേക്ക് പോയി 12ാമത്തെ വരുമ്പോൾ നമസ്തേ വരും. ഇങ്ങനെ 12 പൊസിഷൻസാണ്. യഥാർത്ഥത്തിൽ 12 യോഗ എന്ന് തന്നെ പറയാം അല്ലേ? 8 എന്നല്ല, 12 യോഗ എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കൃത്യമായി ചെയ്താൽ മറ്റ് യോഗകൾ ശീലിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു വാദം. കാര്യമില്ല എന്ന് പറയുന്നത് വാദം ശരിയല്ല. യോഗ ശീലിക്കുമ്പോൾ ഇത് മാത്രമല്ല, ഈ 8 പോസിൽ, അതായത് നമുക്ക് അത്യാവശ്യമുള്ള രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് കിട്ടി. ഇതുകൊണ്ട് ട്രയാങ്കിൾ പോസ്, ത്രികോണാസനം, അല്ലെങ്കിൽ വേറെ വൃക്ഷാസനം, ഓരോ രീതിയിൽ പറഞ്ഞിട്ട് ഓരോ ഷേപ്പിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ആ രീതിയിലുള്ള സ്ട്രെച്ചിങ് കിട്ടൂല. ഇപ്പം എല്ലാം ഇതൊക്കെ മുമ്പോട്ട് വന്നു. ഹലാസനം നേരെ പുറകോട്ട്, കലപ്പ പോലെ. ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ പോലെ. വൃക്ഷാസനം മരം നിൽക്കുന്ന പോലെ. അതുപോലെ ഒരു കാലിൽ കയറ്റി വെച്ച് അതല്ലേ വൃക്ഷാസനം? അതെ അതെ, വൃക്ഷാസനം. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സാധനം, ഈ ശീർഷാസനം ശാസ്ത്രീയമല്ല എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ശീർഷാസനം? തലകുത്തി നിൽക്കുന്ന ആസനം. ശീർഷാസനം അത് ശാസ്ത്രീയമല്ല എന്നൊക്കെ ചില ആൾക്കാർ. ശാസ്ത്രീയമല്ല, അവരുടെ ശാസ്ത്രമല്ല. ഇത് അനോട്ടമിക്കൽ ബേസിസ്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി പ്രാക്ടീസ് ഫോർ എനിബഡി. അതിന് ആ 10 മറ്റേ നിലത്തെഴുത്ത് ചെയ്യണ മാതിരി അക്ഷരം എഴുതി വാക്കുണ്ടായി വാചകം ഉണ്ടായി എന്ന് പറഞ്ഞ മാതിരി ശീർഷാസനം ചെയ്യാൻ പാടില്ല. ആദ്യമായിട്ട് തന്നെ. വൈ? കാരണം അത് അത്ര പരിശീലിച്ച് ചെയ്യേണ്ട, ശരീരത്തെ ക്രമപ്പെടുത്തി അത് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ശരീരത്തിനെ 4ആയിട്ട് ഭാഗിച്ചാൽ 4ൽ 3 ഭാഗവും ഹൃദയത്തിന് താഴ്ത്താണ്. അതായത് ഗ്രാവിറ്റി എല്ലാത്തിനും ബാധകമാണ്. അപ്പോൾ ഗ്രാവിറ്റി അനുസരിച്ച് സർക്കുലേറ്ററി സിസ്റ്റം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ രക്തോട്ടം താഴ്ത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ അങ്ങോട്ട് നേരെ തലകുത്തി നിൽക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ ചോര വരും. അപ്പോൾ ഹെമറേജ് വന്നിരിക്കും. അത് ഹെമറേജ് വന്നാൽ ക്ലോട്ടിങ് വന്നാൽ വിതിൻ 24 hours ആള് കാലി. കാരണം തലച്ചോറെന്ന് പറയുന്നത് നമ്മൾ യോഗശാസ്ത്രത്തിൽ പറയുന്നത് സഹസ്രാരപത്മം എന്നാണ് പറയുന്നത്. ഇവിടെ സഹസ്രങ്ങളല്ല. അത് അന്നത്തെ ആ ഉപയോഗത്തിൻ്റെ ഭാഷയിൽ നമ്മൾ ഈ ഡിസൈൻ മാതിരി ചെയ്യൂല. അത് ഓരോ കാപ്പിലറി, ഈച്ച് ആൻഡ് എവറി കാപ്പിലറീസ് ഓഫ് ദി ബ്രെയിൻ കൺസിസ്റ്റിംഗ് ദി ബ്രെയിൻ. അപ്പോൾ 1000 അല്ല, അതിലും കൂടുതലുണ്ട്. അപ്പോൾ അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഞരമ്പുകളാണ്, സ്ഥിരങ്ങളാണ്. അതിലേക്ക് ഈ ഇവിടുന്ന് അടിച്ചു കയറ്റുന്ന ആ ശക്തി കൊണ്ട് കിട്ടുന്ന ആവശ്യത്തിനുള്ള രക്തമല്ലാതെ പകരം നേരെ തല കുത്തി നിന്നാലോ ഈ ഗ്രാവിറ്റി മാത്രം കൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ളതൊക്കെ ഇങ്ങോട്ട് അടിച്ചു കയറും.
അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ഷീണമുണ്ടെങ്കിൽ അവിടെ ഹെമറേജ് വരും. ആദ്യം ബൾജിങ് വരും, എന്നിട്ടും പോയില്ലെങ്കിൽ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ അതേ അനുസരിച്ചിട്ട് തകരാറ് വരും. ചിലർ ഓരോ അപകടങ്ങളുണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് 7 കൊല്ലം അനങ്ങാണ്ട് കിടന്നിട്ട് 35 കൊല്ലം കിടന്ന ഒരു ചരിത്രമുണ്ട് ഫോറിൻ കൺട്രീസിലെ. അത് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. അതുവരെ അയാളുടെ അമ്മ അയാളെ ശുശ്രൂഷിച്ചിരുന്നു. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ് ദാറ്റ് നമ്മുടെ ബാലൻസിങ് മെക്കാനിസം സെറബെല്ലമാണ്, ബാക്ക് ബ്രെയിൻ. അവിടെ ഡാമേജ് വന്നാൽ ഈ വക കാര്യങ്ങൾ സംഭവിക്കും. വർത്താനം പറയില്ല, ഒന്നുമില്ല, ജീവനുണ്ട്, ജീവൻ പോയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അത് ആദ്യമായിട്ട് അത് തന്നെ ചെയ്യാൻ പാടില്ല. അത് മോശമായി ചെയ്തിട്ട് ആ ഒരു പ്രക്രിയ കുറ്റം പറയുന്നതാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നടക്കാൻ പോവുക, ഓടാനൊക്കെ പറയും. ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, ബിലോ ദി ഹാർട്ട് ലെവലാണ്. പ്രത്യേകിച്ച് അരക്ക് കീഴ്പോട്ടാണ് ഒരുപാട് സ്ട്രോക്ക് വന്നത്. ഇത് തിരിച്ചു വരണ്ടേ? എന്തിനാ? പ്രകൃതിയെ നോക്കുക. ഏറ്റവും കയറി ഇറങ്ങണോ പുഴയിൽ? ആ കയറിയത് അതുമാതിരി പതുക്കിനെ ഇറങ്ങണ്ടേ സാറേ? എന്നാലും ശരിയാവുള്ളൂ. അപ്പം ഇങ്ങനെ ഓടാനോ ഇങ്ങനെയുള്ള അധ്വാനമോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റെങ്കിലും അരയ്ക്ക് മേപ്പോട്ടുള്ള ഭാഗമെങ്കിലും നിലത്തുനിന്ന് മുകളിലേക്ക് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യണം. അങ്ങനെ കിടക്കുമ്പോൾ അത് പതുക്കനെ ഉള്ളംകാലൊക്കെ തണുക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ സ്ട്രോക്ക് തീർന്നു. അപ്പം പതുക്കനെ ഇറങ്ങാം. ഇതൊക്കെ കൂടി നോക്കിക്കൊണ്ടാണ് നമ്മൾ മേരുദണ്ഡാസനം എന്നൊക്കെ പറഞ്ഞിട്ട് കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് ബിലോ 45 ഡിഗ്രി എങ്കിൽ ഇങ്ങോട്ട് മാറിയാൽ ആ ആക്ഷൻ പോരാ, ആ ഗ്രാവിറ്റി റെസിസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ ഓരോ പ്രകൃതിയുടെ ആ മാറ്റങ്ങളും കൂടി നോക്കിക്കൊണ്ടാണ് യോഗാസനങ്ങളിൽ പലതും ചെയ്യണത്. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ശരീരത്തിന് വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ സൂര്യമസ്കാരം മാത്രം ചെയ്താൽ മതിയോ? അങ്ങ് എത്രാമത്തെ വയസ്സിലാണ് യോഗ പഠിച്ചു തുടങ്ങി? 14-ാം വയസ്സിൽ. പഠിക്കാനുണ്ടായ കാരണം? പഠിക്കാനുണ്ടായ, ഞാൻ അവിടെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കൂർ ഇൻ്റർവെൽ ഉണ്ടല്ലോ. അപ്പോൾ അന്ന് ഒരു മഹാരാജാസിലെ ഹിന്ദി പ്രൊഫസർ ചന്ദ്രഹാസൻ എന്ന് പറഞ്ഞ മാഷ് വന്നിട്ട് അവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തു യോഗയുടെ. അപ്പോൾ അദ്ദേഹം ഓരോ ഐറ്റംസും പറഞ്ഞ് ചെയ്തത് എല്ലാം, എന്നിട്ട് ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണഗണങ്ങൾ, അതെങ്ങനെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യണു, നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരമാവധി പറഞ്ഞത് എല്ലാം അനോട്ടമിയാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ വളരെ ഇതായിട്ട് കുശാഗ്രബുദ്ധിയായിട്ടിരുന്നു. കാരണം ഞാൻ അന്ന് ഭയങ്കര കുസൃതിയാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ നോക്കിയിരിക്കും. നമുക്ക് പറ്റാത്തതാണെങ്കിൽ ഉടനെ പ്രതികരിക്കും. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ചെയ്ത് കാണിച്ചു തന്നിട്ട് ലാസ്റ്റ് നൗളി കാണിച്ചു. നൗളി എന്ന് പറഞ്ഞാൽ വയറിൻ്റെ വയറ് വാമനൗളി, ദക്ഷിണനൗളി, മധ്യനൗളി, അത് കഴിഞ്ഞാൽ നൗളി ക്രിയ. അപ്പോൾ എടുത്തു വച്ചേക്കും വലത്തു വയ്ക്കയിൽ വരമ്പ് വെച്ചവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുക. അത് കഴിഞ്ഞ് സെൻറ്ററിൽ ആദ്യം തന്നെ പിടിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുകയാണ്. അത് ഇപ്പോഴൊക്കെ ചെയ്യും. എന്നാലും ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ടതെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ എന്നാലും ഞാൻ ഇപ്പോഴും ചെയ്യും കേട്ടോ, എനിക്കിത് ഇഷ്ടമായി എപ്പോഴും കാണിക്കും. എന്നിട്ട് ഇങ്ങനെ ഒരു ടെന്നീസ് ബോൾ മാറി വരും, അതിട്ട് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ കറക്കും. അതാണ് നമ്മൾ ക്രിയ. ഇതൊക്കെ കൂടി കണ്ടപ്പോൾ നമുക്ക് ഇതൊന്നും ഇവിടെ പഠിച്ചിരിക്കണം, അങ്ങനെ ഒരു വാശി തോന്നി. അവിടെ നിന്നാണ് അങ്ങനെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ആശാനുണ്ടായിരുന്ന ആൾ, അദ്ദേഹം സകല കലാവല്ലഭൻ എന്ന് പറയാം, ഗുസ്തിയുണ്ട്, പുള്ളി ജിംനേഷ്യം നടത്തിയിരുന്നു. പിന്നെ അടിതടയുണ്ട്. അന്ന് ജിംനേഷ്യം, അന്നപ്പം പഴയ ഗതകളും ആസനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇല്ല, അതില്ല. കയ്യാങ്കളി എന്ന് പറയും. കയ്യാങ്കളി എന്ന് പറയും. ആയുധമൊന്നും വേണ്ട. അതായത് പരമാവധി ഒരു തോർത്ത് മതി അതായുധം. ഇനി കളരിക്കാരൻ്റെ അടുത്ത് ചെന്നാലും. കാരണം ഉറുമിയൊക്കെ വീശിക്കഴിഞ്ഞാൽ
ഒരു രക്ഷയില്ലെന്നെങ്കിൽ തോർത്തിങ്ങോട്ട് പറത്തി കഴിഞ്ഞാൽ ഉറുമി അതുമ്പോൾ ചുറ്റും. ആ ചുറ്റണ സമയം കൊണ്ട് ആളെ പിടിച്ചു കഴിയും. അതാണ് പഴയ മലബാർ സുകുമാരൻ മാഷൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹമാണ് എന്നെ പിന്നെ ഒരുപാട് പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ യോഗ ഉണ്ടെന്ന് പറഞ്ഞു അതിലെല്ലാം ഞാൻ പോയി പങ്കെടുക്കും. അപ്പോൾ ഓരോ എങ്ങനെ ചെയ്യാൻ കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ജില്ലാ കോമ്പറ്റീഷൻ വന്നപ്പോൾ അന്ന് വരെ ഒരാളുടെ മോണോപോളി ആയിരുന്നു അത് മാറി എൻ്റെ ആയി. പിന്നെ അങ്ങനെ എവിടെ കിട്ടിയാലും ഇത് എന്തൊക്കെ ചെയ്യാമെന്ന് അത് കണ്ട് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിന് റെക്കോർഡൊന്നും കിട്ടണില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരുന്നപ്പോൾ ഒരിക്കൽ പേപ്പറിൽ കണ്ടു നമ്മുടെ തൃശ്ശൂർ രാമയ്യർ എഴുതിയേക്കണ ഒരു ബുക്കുണ്ട്, ആരോഗ്യരഹസ്യം എന്ന് പറഞ്ഞിട്ട്. വളരെ സിമ്പിളാണ്, ചെറിയ കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി. അത് വാങ്ങിച്ച് വായിച്ചു പോകും. അന്ന് വെറും 12 അണ അതിൻ്റെ വില അത്രയേ ഉള്ളൂ. അത് വാങ്ങിച്ചിട്ട് നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഓരോ ഐറ്റം എവിടെയൊക്കെ എന്തോരം കിട്ടുമോ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതെല്ലാം ഓരോന്നും ചെയ്തു നോക്കും. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ വ്യൂ പോയിൻ്റ് വരെയാണ്. ഒരു ഐറ്റം ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ഓൺ അവർ ബോഡി, എസ്പെഷ്യലി ഓൺ ഇൻറ്റേർണൽ ബോഡി, ആൻഡ് വാട്ട് ആർ ദി എഫക്ട്സ്, ഈസ് ദർ എനി ഡിഫക്ട്സ്. ഇതെല്ലാം ഇങ്ങനെ അനലൈസ് ചെയ്തേ ഞാൻ ചെയ്യുള്ളൂ. അത് നമ്മൾ തന്നെ പരിശോധിക്കണം എന്നാണ് പറയുന്നത് അല്ലേ? അതെ.